സർ എന്താണ് BMS-10? BMS-10 ആക്ച്വലി നമുക്ക് ഈ പ്രോഗ്രാം നമ്മൾ നേരിട്ട് ചെയ്യുന്ന 4 ദിവസം വീതം നിൽക്കുന്ന പിന്നെ 1, 2, 3, 4 ഇങ്ങനെ നമ്മൾ 10ാമത്തെ പ്രോഗ്രാം കൺക്ലൂഡിങ് പ്രോഗ്രാമിൽ നമ്മൾ പറയുന്നത് 360 ഡിഗ്രി ബില്യണെയർ മാസ്റ്ററി ഇൻ്റഗ്രേഷൻ എന്നാണ്. അതായത് 1 മുതൽ 9 വരെ പഠിച്ച എല്ലാത്തിനെയും ഒന്നിച്ചാക്കുക. അപ്പോൾ ഒരു വണ്ടി അസംബിൾ ചെയ്തെടുക്കുന്നത് പോലെ, ഇപ്പോൾ ടൊയോട്ട ഫോർച്യൂണർ എങ്ങനെയാണ് നമ്മൾ അസംബിൾ ചെയ്തെടുക്കുന്നത് പോലെ പല പാർട്സായിട്ടാണ്, ഒന്ന് ഡോറ്, ടയർ, ഇങ്ങനെയൊക്കെ ആയിട്ട് നമ്മളെടുത്ത സാധനങ്ങളെല്ലാം ഒന്നിച്ച് ചേർത്ത് വെച്ച് വണ്ടി ഓടിച്ചു പോകുന്ന ആ ഷേപ്പിലെത്തുന്നത് നമ്മൾ 10th പ്രോഗ്രാമിലാണ്. അപ്പോൾ ഈ 10th പ്രോഗ്രാം ആക്ച്വലി മറ്റ് പല പ്രോഗ്രാമും ചെയ്തിട്ട് ചെയ്യുവാണ് നല്ലത്, കാരണം അതിൻ്റെ ഒരു ലെവൽ ഭയങ്കര ഹൈയാണ്. ഓക്കെ, ഇത് നമ്മളൊരു 5 MBA എങ്കിലും ചെയ്ത് കഴിഞ്ഞ ആൾക്കാർക്കെന്ന് പറഞ്ഞാൽ എടുക്കാം. കാരണം എന്ന് വെച്ചാൽ നമ്മൾ ഇതിലൊരു പ്രസക്തി നോക്കുമ്പോഴേ ഈ ബില്യണെയർ മൈൻഡ് സെറ്റ് പ്രോഗ്രാം ഡിസൈൻ ചെയ്യുമ്പം ലോകത്തിലെ എല്ലാ സ്കൂളുകളിലെയും MBA ഒക്കെ എടുത്ത് നോക്കി. അതിനകത്തുനിന്ന് ഒരു ആന്ത്രപ്രണർ അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങൾ എന്താണെന്ന് എടുത്തു. അപ്പോൾ അത് സാധാരണ ഒരു MBAക്കകത്തിൽ പിന്നെ 6-7% വരെ ആന്ത്രപ്രണേഴ്സിനുള്ളതുള്ളൂ, ബാക്കിയെല്ലാം എംപ്ലോയി മാനേജർമാർക്കുള്ളതാണ്. അപ്പോൾ ആ ഒരു സാധനങ്ങളെല്ലാം എടുത്തു വെച്ച് നോക്കി ലോകത്തെ, പിന്നെ ചില കാര്യത്തിൽ മിസ്സിങ് ആയിട്ടുള്ളതെല്ലാം കണ്ടെത്തി റിസർച്ച് ചെയ്ത്, അപ്പോൾ ഈ BMS 1 to 10 വരുമ്പോൾ ഇതെല്ലാം വരും. അതായത് ഒരു ഈ 1 മുതൽ 10 വരെയുള്ള എല്ലാം ബിസിനസ്സുകാർ ഏറ്റവും അത്യാവശ്യം അറിഞ്ഞിരിക്കേണ്ട വലിയ രീതിയിൽ പോകുന്ന ബിസിനസ്സുകാർ, ചെറിയ ബിസിനസ്സുകാർക്കൊന്നും ആവശ്യമില്ല, വളരെ വലിയ രീതിയിൽ പോകുന്ന ബിസിനസ്സുകാർക്ക് ഏറ്റവും അത്യാവശ്യം വരുന്ന കാര്യങ്ങൾ മാത്രമാണ് ഈ 10 ലെവലിൽ. അത് പിന്നെ അതിൻ്റെ കേസ് സ്റ്റഡീസ്, ഫോർച്യൂൺ 500 കമ്പനി, ഗ്ലോബലി ഏറ്റവും വലിയ കമ്പനി, ഈ 10 ലെവൽ തീരുമ്പോഴത്തേക്ക് ഏതാണ്ട് 1000 ബില്യണേഴ്സിൻ്റെ മൈൻഡ് മുഴുവനും പഠിച്ചു അവർ. പിന്നെ കാരണം ഒരെണ്ണത്തിൽ 100 വെച്ചിട്ടാണ് 1000 ബില്യണേഴ്സിൻ്റെ മൈൻഡ് മുഴുവൻ പഠിച്ചു. അപ്പോൾ അത് അവരെങ്ങനെയാണ് ഇതായത്, നമ്മളിപ്പോൾ ഡോക്ടറായ ഒരാളോട് എങ്ങനെയാണ്, IAS ഉദ്യോഗസ്ഥനായ ആളോട് എങ്ങനെയാണ് ആയതെന്ന് ചോദിക്കത്തില്ലേ, എങ്ങനെയായിരുന്നു തുടക്കം, ഇപ്പോൾ തുടങ്ങി കിട്ടാനാണ്. അപ്പോൾ ഈ 1000 പേരുടെ നമുക്ക് പഠിക്കാൻ പറ്റുന്നുണ്ട്. അപ്പോൾ മൊത്തത്തിൽ പറയുകയാണെങ്കിൽ ബില്യണെയറുടെ മൈൻഡാണ് നമ്മൾ ഇതിൽ കിട്ടുന്നത്. അപ്പോൾ അത് പിന്നെ അവരെങ്ങനെയൊക്കെയാണ് ചെയ്യുന്നത്, അപ്പോൾ അത് നമ്മൾ അങ്ങനെ നമുക്ക് ഈ 10 ലെവലിലുള്ളതിനെ ഇൻ്റഗ്രേറ്റ് ചെയ്യുകയാണ്. അപ്പോൾ ഇത് കഴിഞ്ഞാൽ നമുക്കൊരു ഏറ്റവും വലിയൊരു അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു MBA അല്ല, 2-5 MBA ഉള്ളവരെ കഴിഞ്ഞും കൂടുതലായിരിക്കും നമ്മുടെ അറിവ്. അപ്പോൾ നിങ്ങൾ MBA ചെയ്തിട്ടുള്ളത് നിങ്ങൾക്ക് അറിയാമല്ലോ നമ്മൾ എന്തുമാത്രം പഠിച്ചിട്ടുണ്ടെന്ന്. ഞാനൊക്കെ ബാക്ക് ഇൻ 1992 MBA തുടങ്ങുന്നത്. ഓക്കെ, അത്രയും വർഷങ്ങളായി. അപ്പം പിന്നെ നമുക്കത് പക്ഷേ അതിനകത്ത് വളരെ കുറച്ച് കാര്യങ്ങൾ നമുക്കുള്ളതറിയാം. പക്ഷേ ചിലതൊക്കെ വളരെ യൂസ്ഫുള്ളാണ്, വളരെ ടെക്നിക്കലാണ്. പക്ഷേ അത് വെച്ചുകൊണ്ട് നമ്മൾ ഇന്ന് ചെയ്യുമ്പോൾ ഇന്ന് നമുക്ക് പിന്നെ എന്തൊക്കെ കുറവുണ്ടെന്ന് നമുക്ക് അത് മാത്രം പഠിക്കുന്നവർക്ക് അറിയാൻ പറ്റില്ല. ഇത് 10 ലെവൽ പഠിച്ചു കഴിയുമ്പോഴത്തേക്ക് അറിയാം. ലോകത്തിലെ ഏറ്റവും വലിയ ബിസിനസ്മാൻ അറിയാവുന്ന കാര്യങ്ങൾ പോലും ഈ പറഞ്ഞ പണം ഉണ്ടാക്കുന്നതും ബിസിനസ് നടത്തുന്നതുമായിട്ട് ബന്ധപ്പെട്ടതെല്ലാം നമ്മൾ പഠിച്ചു കഴിച്ചിട്ടുണ്ടാവും. അപ്പോൾ ഇതിൻ്റെ ഒരു പ്രത്യേകത, ഇത് കഴിഞ്ഞിട്ടുള്ള ആൾക്കാരെ ചിലരൊക്കെ നോക്കുകയാണെങ്കിൽ അവർ ഇൻവെസ്റ്റ് ചെയ്യാതെ തന്നെ ആൾക്കാർ വിളിച്ച് നമ്മുടെ കമ്പനിയുടെ പാർട്ണറാകാൻ പറ്റുമോ? കാരണം നടത്തിപ്പ് ഇവർ നന്നായിട്ട് നടത്തിക്കോളും, കംപ്ലീറ്റ് നടത്തിയെടുക്കുന്നത് ഇവർ നടത്തിയെടുത്തോളൂ. അപ്പോൾ അങ്ങനെ ഒരു ഇതിൽ, കാരണം ഞാൻ തന്നെ ഇതൊരു 15 വർഷത്തോളം ചെയ്തതിൻ്റെ എഫർട്ടിൻ്റെ ഫലമാണ്, എക്സ്പീരിയൻസിൻ്റെ ഒരു ഭാഗമാണ്. 1000കണക്കിന് ബുക്കുകൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട കോഴ്സുകൾ ഓൺലൈൻ, പിന്നെ ഞാൻ പോയി അറ്റൻഡ് ചെയ്ത ലോകത്തിൻ്റെ പല ഭാഗത്തും പോയി അറ്റൻഡ് ചെയ്തിട്ടുള്ള, അതിൽ നിന്നൊക്കെ കിട്ടിയിട്ടുള്ള, അവരുടെ ഒന്നും നമ്മൾ റീപ്രൊഡ്യൂസ് ചെയ്യാൻ പാടില്ല. പക്ഷേ അതിൻ്റെ ആ പിന്നെ എന്താണ് വിസ്ഡം നമ്മുടേതായ രീതിയിൽ പുതിയ രീതിയിൽ ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ അതാണ് നമ്മൾ ഈ ഒരു BMS ലെവൽ 10-നകത്ത് 360 ഡിഗ്രി. അപ്പോൾ എല്ലാം വരും ചുറ്റുവട്ടത്ത്. ഒരു മുട്ട ഇങ്ങനെ കൈവച്ചെടുത്ത് നോക്കിക്കഴിഞ്ഞാൽ, നാരങ്ങ എടുത്ത് കൈവച്ചാൽ നമുക്ക് അതിൻ്റെ എല്ലാ ഭാഗവും കാണുമല്ലേ, അതേപോലെ ഇരിക്കും. അപ്പോൾ എന്ന് പറഞ്ഞതുപോലെ നമുക്ക് ആ ഒരു ഇത് ഞാൻ തന്നെ നേരിട്ട് ട്രെയിനിങ് കൊടുക്കുന്നതാണ്. അപ്പോൾ ഇത് കിട്ടിക്കഴിഞ്ഞാൽ, അപ്പോൾ ബാക്കി പ്രോഗ്രാമിൻ്റെ കൂടെ ആക്ച്വലി ഇതിനൊക്കെ വരുന്നതിന് മുമ്പ് തന്നെ ഓൺലൈൻ ചെയ്തിരിക്കുകയാണെങ്കിൽ ഈ സബ്ജക്റ്റുമായിട്ട് വളരെ ഫെമിലിയറും അതിൻ്റെ പ്രാക്ടീസിലിരിക്കുക.
നമ്മളിപ്പോൾ ഒരു LLB പഠിച്ച് പാസ്സായിട്ടുള്ള ഒരാൾ അതിനെ കൊണ്ട് വലിയ കേസൊന്നും നടത്താൻ പറ്റത്തില്ല. പക്ഷേ ഹൈക്കോടതിയിൽ ഒരു ജഡ്ജിൻ്റെ അടുത്ത് ആ ജഡ്ജിൻ്റെ കോടതിയിൽ കേസ് നടത്തിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ LLB പഠിച്ച് കഴിഞ്ഞിട്ടുള്ള ഒരാൾ പോയി കേട്ടോണ്ടിരിക്കുക, വക്കീൽ യൂണിഫോം ഇട്ട തന്നെയാണ്, ആ റോബിൽ തന്നെയാണ്. പക്ഷെ അവിടെ ചെന്നിട്ട് ഇത് കേൾക്കുമ്പോൾ അയാൾ പെട്ടെന്ന് കാര്യം മനസ്സിലാവും, ഇത് എവിടത്തെയാണ് എങ്ങനെയാണ് അത് സംഭവം എന്നുള്ളത് മനസ്സിലാവും. പക്ഷെ അവിടെ ചെന്ന് ഇരിക്കുന്ന ഒരാൾ MA സൈക്കോളജി പഠിച്ച ഒരാളാണ്, അയാൾക്ക് ഒരു പിടുത്തവും കിട്ടില്ല ഇത് എന്തിനെക്കുറിച്ചാണ് എവിടത്തെക്കുറിച്ചാണ് സംസാരിക്കുന്നത് എന്നുള്ളത് കിട്ടത്തില്ല. ഇല്ലെങ്കിൽ കെമിസ്ട്രി പഠിച്ച ആളാണ്, ഇല്ലെങ്കിൽ മാനേജ്മെൻറ്റ് പഠിച്ച ആളാണ്, കാര്യം കിട്ടത്തില്ല. അതേസമയത്ത് അതിനകത്ത് ഇരിക്കുന്നവർ മുഴുവനും നിയമം പഠിച്ചവരായതുകൊണ്ട് അത് ഈ ഓപ്പൺ കോർട്ടിൻ്റെ ഒരു പ്രത്യേകത അതാണ്. അപ്പോൾ എവിടെയെങ്കിലും ഒരു കാലത്ത് പോലും നിയമം തെറ്റാതെ അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞ് ആ കറക്റ്റ് നിയമ പൊസിഷൻ വെച്ചിട്ട് അപ്പോൾ കേൾക്കുന്നവർക്ക് അത് മനസ്സിലാവും ടെക്നിക്കലി. എന്ന് പറഞ്ഞതുപോലെയാണ് നമ്മൾ BMS 1 to 10 പഠിച്ചു കഴിയുമ്പോൾ നമുക്ക് ഏത് കമ്പനി കണ്ടാലും ഒറ്റ നോട്ടത്തിൽ ഈ കമ്പനിക്കകത്ത് ഇന്ന പ്രോബ്ലം ഇപ്പം ഇല്ല ഇതിനകത്ത് ഇന്ന ഇഷ്യൂ ആണ് കിടക്കുന്നത്. അപ്പോൾ ഈ ബിസിനസ് കോച്ചാകുന്ന ആൾക്കാർക്ക് പോലും 1 to 10 കഴിഞ്ഞാൽ അവർ ഈ ബിസിനസ്സുകളെ ഇങ്ങനെ നോക്കി ഒരു മാനേജ്മെൻറ്റ് ഓഡിറ്റ് നടത്തി റെക്കമെൻഡേഷൻസ് കൊടുത്താൽ മാത്രം മതി വളരെ ഇതായിട്ട് ജീവിച്ചു പോകാനായിട്ട്. ഭയങ്കര ഒരു മാറ്റമായിരിക്കും. അപ്പം ഇതിനകത്ത് ഒത്തിരി കാര്യങ്ങളുണ്ട്. പ്രധാനമായിട്ടും ഈ സബ് കോൺഷ്യസ് മൈൻഡിൽ എങ്ങനെയാണ് നമ്മൾ വെൽത്ത് പ്രോഗ്രാം ചെയ്യുന്നത് അതൊക്കെ ഇതിനകത്ത് വരിക. അതുപോലെ തന്നെ ഈ വീൽ ഓഫ് നോളജ് ഇൻ മാനേജ്മെൻറ്റ്, പിന്നെ ജപ്പാനീസ് മാനേജ്മെൻറ്റ് ഭയങ്കര അഡ്വാൻസ്ഡ് ആയിട്ട് നമ്മൾ പഠിക്കുന്നുണ്ട്. ജപ്പാനിൽ പോയി പഠിക്കുന്നത്ര വരും. ജപ്പാനീസ് മാനേജ്മെൻറ്റ് നല്ലതുപോലെ ഞാൻ ജപ്പാനിൽ പോയി പഠിച്ച ആളാണ്. അപ്പം ജപ്പാനീസ് മാനേജ്മെൻറ്റ്, പിന്നെ ലെവറേജിൻ്റെ ആക്ച്വലി നമ്മളിപ്പോൾ ലെവറേജൊക്കെ നോക്കുമ്പോൾ നമ്മൾ ഒരു 10-12 ലിവറേജൊക്കെ ഉണ്ടെങ്കിൽ ഒരു ബിസിനസ് അങ്ങ് പൊങ്ങിപ്പോകും. പക്ഷെ നമ്മൾ ഈ പിന്നെ ഇത് കഴിയുമ്പോഴത്തേക്കും 10th ലെവൽ കഴിയുമ്പോൾ ഒരു 200-ലധികം ലെവറേജസ് അതെങ്ങനെയാണ് ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നതെന്നുള്ളത്. ഇപ്പോൾ അതർ പീപ്പിൾസ് വർക്ക് എന്ന് പറയുന്നത് നമ്മൾ ഒരുപാട് പേർക്ക് ജോലി കൊടുക്കുകയാണ്, എന്നിട്ട് അവർക്ക് ട്രെയിനിങ് കൊടുത്തോ അവർക്ക് ഡിസിപ്ലിൻ കൊടുത്തോ അവരുടെ എല്ലാം വർക്ക് നമ്മൾ ഒന്നിലേക്ക് കൊണ്ടുവരികയാണ്, ഒരിതിലേക്ക് മാത്രം കൊണ്ടുവരിക. അതർ പീപ്പിൾസ് ടൈം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനകത്ത് നമ്മൾ എൻജിനീയേഴ്സിൻ്റെയോ ആർക്കിടെക്റ്റിൻ്റെയോ എക്സ്പേർട്ടുകളുടെയൊക്കെ ഒരു പർട്ടിക്കുലർ ടൈം നമ്മൾ ഫീസ് കൊടുത്തിട്ട് എടുക്കുക. ലോയറുടെ ടൈമൊക്കെ നമ്മൾ എടുത്തിട്ട് അവർക്ക് ചോദിക്കുന്ന ഫീസ് കൊടുത്തിട്ട് അത് നമ്മുടെ ലക്ഷ്യത്തിലേക്ക് അതിനെ ഉപയോഗിക്കുക. പിന്നെ അതർ പീപ്പിൾസ് ഐഡിയാസ് എന്ന് പറയുമ്പോഴത്തേക്കും നമ്മൾ എന്തെങ്കിലുമൊക്കെ ഒരു കോൺഫറൻസിൽ പോവുകയോ ഈ സബ്ജക്റ്റുമായിട്ടുള്ള ഡിസ്കഷനിലോ ബ്രെയിൻ സ്റ്റോമിലൊക്കെ ഇരുന്നിട്ട് എക്സ്പേർട്ടുകളുടെ ഐഡിയാസ് എടുത്തിട്ട് നമ്മളുടെ ബിസിനസ് അത് വെച്ചിട്ട് വളർത്താനായിട്ട് നോക്കുക. അപ്പോൾ അതർ പീപ്പിൾസ് ഐഡിയാസ്. പിന്നെ അതർ പീപ്പിൾസ് മണി. സാധാരണ ഇത് ബാങ്കിൽ നിന്ന് ലോൺ എടുക്കുന്നത് ഒരു നല്ല മെത്തേഡല്ല. നമ്മൾ സൂപ്പർ ഐഡിയ പറഞ്ഞു കൊടുത്തിട്ട് ആൾക്കാർ അതിനകത്ത് ഇൻവെസ്റ്റേഴ്സ് പൈസ ഉള്ളവർ വന്ന് ഇൻവെസ്റ്റ് ചെയ്ത് അപ്പോൾ അവരുടെ ഐഡിയയും അവരുടെ സപ്പോർട്ടും അവരുടെ സോഷ്യൽ ഇൻഫ്ലുവൻസ്, പൊളിറ്റിക്കൽ ഇൻഫ്ലുവൻസ്, മാർക്കറ്റ് ഇൻഫ്ലുവൻസ് എല്ലാം വരും. അപ്പോൾ അതെങ്ങനെ അവരെ കോർഡിനേറ്റ് ചെയ്തുകൊണ്ട് പോകണം. നമ്മൾ BMS 3 പഠിച്ചത് എങ്ങനെയാണ് ഒരു CEO ബിസിനസ് നടത്തിക്കൊണ്ട് പോകേണ്ടത്. ബിസിനസ് ഫൗണ്ടേഷൻ ഇടുന്ന 1 ഓക്കെ. അപ്പോൾ ഇങ്ങനെ നമ്മൾ ഓരോന്നിങ്ങനെ പഠിച്ച് വന്നിട്ട് അത് കുറച്ചുകൂടി ഇങ്ങോട്ട് വരുമ്പോൾ നമ്മൾ പിന്നെ എന്താണ് ഒരു 5 MBA ഒക്കെ ഉള്ള ഒരാൾ പറയുന്നതിനെ കഴിഞ്ഞ് നല്ലത് ഒരു കമ്പനിയെ നമ്മൾ നോക്കിയാൽ ട്രാൻസ്പെറൻ്റ് ആയിട്ട് നമുക്ക് തോന്നും. ഇതിന് ഇന്ന പ്രോബ്ലം ഉണ്ടല്ലോ എന്ന് നമുക്ക് തോന്നും. ഇത് പഠിച്ചേക്കുന്ന ആൾക്കാർക്കൊരു ടെംപ്റ്റേഷൻ ഉണ്ട്, പല ബിസിനസ്സും കയറുമ്പോൾ പോയി ഹെൽപ്പ് ചെയ്യാനൊക്കെ ഒരു തോന്നൽ വരും. പക്ഷേ ചോദിച്ചാലേ നമ്മൾ കൊടുക്കാൻ പാടുള്ളൂ. പിന്നെ നമ്മൾ ലെവറേജ് ആണെങ്കിൽ ശരി, 80-20 പ്രിൻസിപ്പിൾസിൻ്റെ വളരെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഓപ്പറേഷൻസ് ഉണ്ട്. നമ്മൾ ഈ മൊത്തം ഐഡിയാസ് കണ്ടെത്തുന്നത് നമ്മളൊരു കമ്പനിയിൽ ഇംപ്ലിമെൻറ്റ് ചെയ്യുന്ന ആശയങ്ങൾ ഐഡിയാസ് ഇംപ്ലിമെൻറ്റ് ചെയ്യുമ്പോൾ നമ്മൾ 20% ഐഡിയാസ് മാത്രമേ അവിടെ എറിക്കത്തുള്ളൂ. 80% ചീറ്റിപ്പോവും, വലിയ ഇഫക്റ്റീവ് ആകത്തില്ല, എഫിഷ്യൻറ്റും ആയിരിക്കത്തില്ല. അപ്പോൾ അത് നമ്മൾ നേരത്തെ മനസ്സിലാക്കുക. ഈ 20% ഏതൊക്കെയാണ്, ആ 20% അതിൻ്റെ എണ്ണം കൂട്ടുക. 80% ബില്ല് യൂസ് ഇല്ലാതെ പോകുന്ന സ്ഥാനത്ത് കളയുക. അപ്പോൾ ആ 20% മാത്രം മുഴുവൻ ഇംപ്ലിമെൻറ്റ് ചെയ്യുന്ന ഇങ്ങനെ സ്ക്രീൻ ചെയ്ത ഐഡിയാസാണ്. എംപ്ലോയീസ് മൊത്തം ഉള്ളതിനകത്തൊരു 20% എംപ്ലോയീസ് ആയിരിക്കും നമുക്ക് യൂസ്ഫുൾ ആയിട്ടുള്ളത്. 80% എംപ്ലോയീസ് നമുക്ക് കമ്പനിക്ക് ലയബിലിറ്റി ആയിരിക്കും.
അപ്പം നമുക്ക് ഓപ്പർച്യൂണിറ്റി വരുന്നതനുസരിച്ച് ഇവരെ എഡിറ്റ് ചെയ്ത് അവർക്ക് വേറെ എവിടെയെങ്കിലും ഒരു പ്ലേസ്മെൻറ്റ് കിട്ടി പോകുന്നതനുസരിച്ച് ചില ആൾക്കാർ നമ്മുടെ കമ്പനിയിൽ നിന്ന് പോകുമ്പോൾ നമുക്ക് ഉള്ളിൽ സന്തോഷം തോന്നും. കാരണം എന്താ വെച്ചാൽ ഇവരിവിടെ കിടന്നാലും നമുക്ക് പക്ഷേ ചില ലേബർ റോളും ഇക്വിറ്റിയും മാനേഴ്സും ഒക്കെ വെച്ചിട്ട് നമുക്ക് പൊക്കോളാൻ പറയാൻ പറ്റില്ല. അപ്പം പക്ഷേ അവർക്ക് പോകാനായിട്ട് ഓപ്പർച്യൂണിറ്റി കിട്ടും. അപ്പോൾ 80% പോയിട്ട് 20%. ഇടയ്ക്കിടയ്ക്ക് എല്ലായ്പ്പോഴും ഒരു ബിസിനസ്മാൻ ഈ ടീം എഡിറ്റ് ചെയ്ത് ഇഫക്റ്റീവായ 20% നമ്മൾ റിട്ടേൺ ചെയ്തിട്ട് 80% നമുക്ക് യൂസ് ഇല്ലാത്തവർക്ക് പോകാൻ സൗകര്യം കൊടുത്തിട്ട് പുതിയ ആൾക്കാരെ എടുത്ത് ഇത് ചെയ്തുകൊണ്ടിരിക്കണം. അങ്ങനെ എല്ലാ സ്ഥലത്തിലും നമ്മൾ ഒരു ക്ലയൻറ്റിനെ നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ ആ ക്ലയൻറ്റിൻ്റെ ആവശ്യങ്ങൾ നിറവേറ്റി ഒരു 10-30 വർഷത്തേക്കെങ്കിലും ഈ ക്ലയൻറ്റിൻ്റെ കയ്യിൽ നിന്ന് സ്ഥിരം റവന്യൂ നമുക്ക് വരണം. അയാൾക്ക് എന്തെല്ലാം പ്രോഡക്റ്റ് കൊടുക്കാൻ പറ്റുന്നതിൽ നമ്മൾ ഡീൽ ചെയ്യുന്ന പ്രോഡക്റ്റ് ഉണ്ടെങ്കിൽ അതിനെക്കുറിച്ചും എല്ലാം അയാൾക്ക് കൃത്യമായിട്ട് അറിയണം. അതുപോലെ തന്നെ നമ്മൾ ഈ ഡിജിറ്റൽ ഇൻവെസ്റ്റിംഗ് ടെക്നോളജീസ് ഇപ്പോൾ അതെല്ലാം മാറിയല്ലോ, കംപ്ലീറ്റ് ഡിജിറ്റൽ. ആ മേഖലയിലുള്ള ഭൗതിക സമ്പത്തൊക്കെ എന്തൊക്കെയാണ്. പിന്നെ നമുക്ക് ഈ റിക്രൂട്ട് ചെയ്യേണ്ട, ട്രെയിൻ ചെയ്യേണ്ട, ക്യാപിറ്റൽ കണ്ടെത്തേണ്ട, എഫർട്ട് എടുക്കേണ്ട, നമ്മൾ നല്ലതുപോലെ നടത്തിയിട്ട് അതിനെ നമ്മൾ ഡ്യൂപ്ലിക്കേറ്റ് ചെയ്താൽ മതി. ഫ്രാഞ്ചൈസിങ് നടത്തുന്നതിനൊരു മോഡലുണ്ട്, റൂളുണ്ട്, സിസ്റ്റമുണ്ട്, മെത്തേഡുണ്ട്. അപ്പോൾ അതൊക്കെ ഇതിനകത്താണ് കൂടുതൽ വരുന്നത്. പിന്നെ അതുപോലെ തന്നെ നമുക്ക് റിസഷനൊക്കെ വരുമ്പോഴത്തേക്ക് ഇക്കണോമിക് ചാലഞ്ചസ് വരുമ്പം ഈ റിസഷൻ ബിസിനസ് അറിയാവുന്ന ആൾക്കാർക്ക് ഭയങ്കര ടൂളാണ്. അവരുടെ വെൽത്ത് ഡബിൾ ആവും. അറിയത്തില്ലാത്തവരെ സംബന്ധിച്ചിടത്തോളം അവരുടെ വെൽത്ത് ഇറോഡ് ചെയ്യും. ഇങ്ങനെയാണ് നമ്മൾ റിസഷനുള്ളത്. എപ്പോഴും ബിസിനസ് നല്ലതാണ്. അതെങ്ങനെയാണ് ഉപയോഗിക്കേണ്ടത്. പിന്നെ നമുക്ക് ഈ ബിസിനസ്സിൽ വിജയിച്ചിട്ടുള്ള ആൾക്കാരുടെ അവർ വിൻ ചെയ്തിട്ടുള്ള ലെസൺസ് ഉണ്ട് ഇന്നതെന്ന് വെച്ചിട്ടാണ്. അപ്പോൾ അത് നമുക്ക് പഠിക്കുക. പിന്നെ വെഞ്ചർ ക്യാപിറ്റൽ നമ്മുടെ ഇതിനകത്തോട്ട് നമ്മൾ മുടക്കിയിട്ടുള്ളതിൻ്റെ 100 ഇരട്ടി വേണമെങ്കിലും നമുക്ക് വെഞ്ചർ ഫണ്ട് എടുക്കാനുള്ള അവസരം ഉണ്ടാവും. അപ്പോൾ വെഞ്ചർ ഫണ്ട് എടുക്കുമ്പോഴത്തേക്കും നമ്മൾ തന്നെ നടത്തുന്നതിന് പകരം ഒരു വലിയ ടീമിനെ വെച്ചങ്ങ് നടത്തിയാൽ മതി. അതിനൊക്കെ അവർ തന്നെ ഹെൽപ്പ് ചെയ്യും. അപ്പോൾ വെഞ്ചർ ഫണ്ടിങ് നമ്മൾ നല്ലപോലെ പഠിക്കണം. പിന്നെ ഈ ആന്ത്രപ്രണേഴ്സിന് നമുക്ക് ഗ്രീൻ ടെക്നോളജി എന്തുമാത്രം ഉപയോഗിക്കാൻ പറ്റും. ഇനി വരാൻ പോകുന്ന കാലഘട്ടം അങ്ങനെ ആയിരിക്കുമല്ലോ. അപ്പോൾ അങ്ങനെ നമ്മൾ നോക്കുമ്പോഴത്തേക്കും നമുക്ക് കാലങ്ങളിങ്ങനെ മാറിക്കൊണ്ടിരിക്കും, സ്റ്റാറ്റിക് അല്ല, ചേഞ്ച്. ആ ചേഞ്ചിനനുസരിച്ച് നമുക്ക് മാറ്റം വരുത്തി ഓപ്പർച്യൂണിറ്റീസ് പിടിച്ച് കൊണ്ടുപോകാം. അതുപോലെ തന്നെ നമുക്ക് ക്രിയേറ്റിവിറ്റി. അപ്പോൾ അതിന് നമുക്ക് അകത്തുള്ള ക്രിയേറ്റിവിറ്റി എങ്ങനെ യൂസ് ചെയ്തിട്ട് ഓർഗനൈസേഷന് ഒരു ബ്രേക്ക് ത്രൂ, വലിയ കുതിച്ചുചാട്ടം നടത്താനായിട്ട് പറ്റും. പിന്നെ നമുക്ക് ഈ എന്തൊക്കെയാണോ നമുക്കൊരു വരുന്ന ഒരു ചോയ്സസ്, കമ്പനിക്ക് 100 കണക്കിന് ചോയ്സസ് ഉണ്ട്. അപ്പം 1000 10,000 ലക്ഷക്കണക്കിന് നമുക്ക് ചോയ്സസ് ഉണ്ട്. അപ്പോൾ നമ്മുടെ കമ്പനിയിലുള്ള ആൾക്കാർ നോക്കിയിട്ട് ഇതിലേത് ചോയ്സാണ് നമ്മളെടുത്തുകൊണ്ട് മുന്നോട്ട് പോവുകയാണ് നമ്മുടെ കമ്പനി കുതിച്ചാട്ടം നടത്താൻ പറ്റിയത്, വളരെ വലുതാകാൻ പറ്റിയത് എന്നുള്ളതിനെക്കുറിച്ചുള്ള എല്ലാവരുടെയും മൈൻഡ് നമ്മൾ ഉപയോഗിച്ചുകൊണ്ട് പോകുന്നൊരു രീതിയുണ്ട്. അതുപോലെ തന്നെ നമ്മൾ ഈ കമ്പനിക്ക് എപ്പോഴും വരുന്ന ഇൻ്റലക്ച്വൽ അസറ്റ്സ് ആണെങ്കിലും ശരി, മണി ആണെങ്കിലും ശരി, അതിന് ഏറ്റവും ബെസ്റ്റ് ഇവിടെ ഇൻവെസ്റ്റ് ചെയ്യുകയാണ് കമ്പനിക്കകത്ത് തന്നെ. നമ്മുടെ കമ്പനിയിൽ തന്നെ ഇന്ന ആക്ഷൻ എടുക്കുന്നത് നമുക്ക് ഭയങ്കര നേട്ടമായിരിക്കും, ഇന്ന ആക്ഷൻ അത്രയും പോരായിരിക്കും എന്ന് പറഞ്ഞ് നമുക്ക് തിരിക്കാം. അതിലേതാണ് ഏറ്റവും ബെസ്റ്റ് നമുക്കത് അറിയാനായിട്ട് പറ്റും. പിന്നെ അപ്പോൾ ഒരു ഗ്രോയിങ് ഇക്കോണമിയിൽ നമ്മൾ ചിലപ്പോൾ നമ്മുടെ ഇപ്പോൾ ഇന്ത്യ അങ്ങനെ സാച്ചുറേറ്റഡ് അല്ല, ഗ്രോയിങ് ആണ്. ചില സ്റ്റേറ്റ്, ഇപ്പോൾ കേരള സ്റ്റേറ്റ് അത്രയും ഗ്രോയിങ് അല്ല, പക്ഷേ ചില സ്റ്റേറ്റ് ഹൈലി ഗ്രോയിങ് ആണ്. അപ്പോൾ ആ ഗ്രോയിങ്ങിലോട്ട് നമുക്ക് എങ്ങനെ പോകാനായിട്ട് പറ്റും. പിന്നെ വളരെ ഇൻഫോംഡ് ആയിട്ടുള്ള ഡിസിഷൻസ്, കാര്യങ്ങൾ, അതെന്താണ് നമ്മൾ ചെയ്യേണ്ടത്. പൊളിറ്റിക്കൽ ലാൻഡ്സ്കേപ്പിംഗ് നമ്മുടെ ബിസിനസ്സുമായിട്ട് എന്താണ്, ബിസിനസ്സിൻ്റെ ഓപ്പറേഷൻസ് അതിലേതിലേയും പോകാതെ ഒരു മേഖലയിലേക്ക് നമ്മൾ സ്ട്രീം ലൈൻ ചെയ്ത് കൊടുക്കണം. അപ്പോൾ നമുക്ക് ഈ ഔട്ട്പുട്ട് ഓപ്റ്റിമൈസ് ചെയ്യണം, സീറോ വേസ്റ്റിലേക്ക് പോകണം. ടൊയോട്ടയൊക്കെ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ജപ്പാനീസ് ടെക്നോളജിയിൽ അതാണ്. പിന്നെ ലെവറേജിങ് ഇൻ ഡേറ്റ, ബിഗ് ഡേറ്റ ഉപയോഗിക്കുന്ന ഇങ്ങനെ ഡിസിഷൻ മേക്കിങ്ങിന് ഉപയോഗിക്കുന്നത്. അപ്പോൾ എങ്ങനെയാണ് ഒരു സ്ട്രക്ചേർഡ് ഡെവലപ്മെൻറ്റ് ഗ്രോത്ത് കമ്പനിക്കകത്ത് കൊണ്ടുവരാനായിട്ട് പറ്റുക. അതുപോലെ തന്നെ നമുക്ക് ഈ സക്സസ്ഫുൾ ഫ്രാഞ്ചൈസി മോഡൽ, അപ്പോൾ അത് ലോകത്ത് എല്ലായിടത്തും ഉള്ള മോഡലുകളിൽ ഏറ്റവും വിജയിച്ചിട്ടുള്ള മോഡൽ മാത്രമായിട്ട് ഒക്കെ എടുത്ത് ഉപയോഗിക്കാം. പിന്നെ നമുക്ക് ഈ
പല വിധത്തിൽ ബിസിനസ് ഡൈവേഴ്സിഫൈ ചെയ്യാം. അപ്പോൾ ഡൈവേഴ്സിഫൈ ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് എങ്ങനെയാണ് റിസ്ക് മിറ്റിഗേറ്റ് ചെയ്യാൻ പറ്റുക, കഴിയുന്നത്ര കുറയ്ക്കാനായിട്ട്. അപ്പോൾ കോംപ്ലക്സ് ബിസിനസ്സിനെ എങ്ങനെയാണ് നമുക്ക് സ്ട്രാറ്റജിക്കായിട്ട് നയിക്കാനായിട്ട് പറ്റുക. പിന്നെ നമ്മൾ നേരത്തെ അറിയുക കൺസ്യൂമർ ബിഹേവിയർ ആൻഡ് ബ്രാൻഡ് ലോയലിറ്റി, ഇതൊക്കെ കുറച്ചുകൂടി ഡീപ്പർ ലെവലിൽ പഠിക്കാനായിട്ട് പറ്റുക. BMS 5 നമ്മൾ ബ്രാൻഡ് പഠിക്കുന്നത്, പക്ഷേ അതിൻ്റെ ഇൻ്റഗ്രേറ്റ് ചെയ്യുന്ന ഇവിടെ കൊണ്ടുവന്നിട്ടാണ്. അപ്പോൾ ഹോളിസ്റ്റിക് ആയിട്ടാണ് എല്ലാ ഭാഗങ്ങളെയും ചേർത്തുകൊണ്ട്. അപ്പോൾ നമുക്ക് BMS 6 അത്യാവശ്യം നമ്മൾ ഓഡിറ്റും അക്കൗണ്ട്സും ഫണ്ടിങ്ങും 100-ലധികം വിവിധ ഫണ്ടുകളെല്ലാം പഠിക്കുന്നത്. നമുക്കതിൽ ഏത് ഫണ്ട് എടുക്കണം, ഏതെടുക്കുന്നതാണ് ഏറ്റവും നല്ലത്, ഫണ്ട് കിട്ടാനുള്ള രീതിയിൽ എങ്ങനെയാണ് കൊണ്ടുവരേണ്ടത്. ഇനി അതുപോലെ നമുക്ക് നമ്മളിലേക്ക് ഇൻവെസ്റ്റേഴ്സിനെ എങ്ങനെ കണ്ടെത്താം. ഇനി നമുക്ക് അതുപോലെ തന്നെ ക്രിട്ടിക്കൽ ആസ്പെക്ട്സ് വളരെ നേരത്തെ തന്നെ കണ്ടെത്തിയിട്ട് അവിടെ സൂക്ഷ്മതയോടുകൂടി റിസ്ക് ഇല്ലാതാക്കുക. ആ റിസ്ക് നമുക്ക് എങ്ങനെ ഒഴിവാക്കാനായിട്ട് പറ്റും. പിന്നെ ബിസിനസ് ഗ്രോത്ത് മാക്സിമൈസ് ചെയ്യാനും സ്കെയിലപ്പ് ചെയ്യാനും പറ്റിയ സ്ട്രാറ്റജി അതെല്ലാം ഇതിനകത്താണ് വരുന്നത്. പിന്നെ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള റോബോട്ടിക്സും AI ഒക്കെ ഉപയോഗിച്ച് ഉള്ള കാര്യങ്ങളെല്ലാം ഇതിനകത്താണ് വരുന്നത്. അപ്പോൾ സിസ്റ്റംസൊക്കെ 9-നകത്താണ് വരുന്നത്. പക്ഷേ ഇതിനകത്ത് വരുന്ന കുറച്ചുകൂടെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള, പിന്നെ നമ്മളൊരു എത്തിക്കൽ ആൻഡ് ഇമ്പാക്റ്റ്ഫുൾ AI വിത്തിൻ അവർ ഓർഗനൈസേഷൻ എങ്ങനെയാണ്. ഇപ്പം ഞാനും AI വളരെ എക്സ്റ്റെൻസീവായിട്ടാണ്, പക്ഷേ അത് എത്തിക്കലി തന്നെ ഉപയോഗിക്കാനായിട്ട് നമ്മളെപ്പോഴും ഇനി അതിൻ്റെ ഒരു കാലഘട്ടമായിരിക്കും. അപ്പോൾ ഈ അൺഎത്തിക്കലായിട്ടുള്ള AI ഉണ്ട്, കണ്ടെത്താനായിട്ടുള്ള AI ഇൻവെസ്റ്റിഗേറ്റർ ഉണ്ടാവും. അവരുടെ ജോലി അൺഎത്തിക്കലായിട്ടുള്ളവരെ കണ്ടുപിടിക്കുക എന്നുള്ളതാണ്. പിന്നെ നമ്മളൊക്കെ ഇപ്പോൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന നമുക്ക് ഈ നമ്മുടെ സ്ഥാപനത്തിന് വളർച്ച ഉപയോഗിക്കാൻ പറ്റുന്ന അതിന് പറ്റിയ AI കണ്ടെത്താനായിട്ട് ചില AI നമുക്ക് ഉപയോഗിക്കാം. എൻ്റെ സിസ്റ്റത്തിൽ തന്നെ കിടക്കുന്ന ഈ AI-യുടെ റിപ്പോസിറ്ററിയിൽ പോകുമ്പോൾ നമുക്ക് ബിസിനസ്സിന് ഉപയോഗിക്കാവുന്ന 4000 AI കിടക്കുന്നത്. അപ്പോൾ ഹ്യൂമൻലി ഇതെങ്ങനെ കണ്ടുപിടിച്ചതിൻ്റെ പ്രവർത്തനം കണ്ടുപിടിച്ചിട്ട് ഏറ്റവും നന്നായിട്ട് ഇപ്പോൾ നമ്മുടെ വെബ്സൈറ്റിൽ കയറി പോവുകയാണെങ്കിൽ, വെബ്സൈറ്റിൽ ചെല്ലുവാണെങ്കിൽ അതിനകത്ത് അത്യാവശ്യ കാര്യങ്ങളെല്ലാം പറഞ്ഞു തരുന്നൊരു AI-യാണ്. ഒരു ലേഡി നിന്ന് പറഞ്ഞു തരുന്നത് പോലെ അത്യാവശ്യ കാര്യങ്ങൾ ഗൈഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പിന്നെ ലൈഫ് ലൈനുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ ബിസിനസ്സുകൾക്കും ഉപയോഗിക്കുന്നിടത്തെല്ലാം നമ്മൾ അത് വെച്ചിട്ടാണ്. അപ്പോൾ നമ്മുടെ പ്രൊഡക്ടിവിറ്റി എങ്ങനെ കൂട്ടാം, എഫിഷ്യൻസി എങ്ങനെ കൂട്ടാം AI ആൻഡ് റോബോട്ടിക്സ് ഉപയോഗിച്ച്. ഈ സാധനങ്ങൾ പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് ജോലിക്ക് പോകാൻ വേണ്ടിയിട്ടല്ല, അത് നമ്മളുടെ ബിസിനസ്സിനകത്ത് എങ്ങനെയാണ് ഇപ്പോൾ ഡിസൈൻ ചെയ്യുന്നിടത്ത് എങ്ങനെയാണ് ഉപയോഗിക്കാൻ പറ്റുന്നത്, പ്രിൻറ്റിങ്ങിനകത്ത് എങ്ങനെയാണ് ഉപയോഗിക്കാൻ പറ്റുന്നത്, സ്പെൽ ചെക്കിനകത്ത് എങ്ങനെ ഉപയോഗിക്കുക, ഇതെല്ലാം നമുക്ക് ഉപയോഗിക്കാം. ഞാൻ തന്നെ ഒരു ദിവസം ഏറ്റവും ചുരുങ്ങിയതൊരു 20 ഡിഫറെൻറ്റ് AI എല്ലാ ദിവസവും ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ സേവനങ്ങൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ആ ഒരു രീതിയിൽ നമ്മൾ ട്രെയിൻഡ് ആയൊരു ഹൈടെക്കായിട്ട്, കാരണം ലോകത്തിലെ ഒരു MBAയും ഇത്രമാത്രം വളരെ നേരത്തെ മുന്നിൽ കണ്ടുകൊണ്ട് ചെയ്യുന്നില്ല. ആ സാധനങ്ങളെല്ലാം നമ്മൾ ലേറ്റസ്റ്റ് കാര്യങ്ങളെല്ലാം ഉൾപ്പെടുത്തിയിട്ടാണ്. അപ്പോൾ ഒരു CEO ലെവലിൽ, ഒരു ലീഡർഷിപ്പ് ലെവലിൽ, ചെയർമാൻ ലെവലിൽ, പിന്നെ അതുപോലെ തന്നെ നമുക്കെപ്പോഴും ഒരു ബില്യണയറിലേക്ക് പോകണമെന്നുണ്ടെങ്കിൽ അതെല്ലാം കാര്യം നമ്മൾ അത് സസ്റ്റെയിൻ ചെയ്ത് നിൽക്കണമെന്നുണ്ടെങ്കിൽ എത്തിയാൽ പോരല്ലോ, അവിടെ തന്നെ നിലനിൽക്കണമല്ലോ. അപ്പോൾ എക്സെപ്ഷണൽ ബിസിനസ് സക്സസ് ഉണ്ടാക്കിക്കൊണ്ട് വരണമെങ്കിൽ, അപ്പോൾ നമുക്കൊരു ലാസ്റ്റിംഗ് ലെഗസി ഉണ്ടാക്കണമെന്നുണ്ടെങ്കിൽ ഈ കാര്യങ്ങൾക്കെല്ലാം നമുക്ക് എന്ത് വേണം, ഈ BMS 10. അപ്പോൾ BMS 10 ആദ്യമേ കയറി നമ്മൾ BMS 10 പഠിക്കാൻ പോകരുത്. വരെ പല കോഴ്സുകൾ ചെയ്തിട്ട്, പക്ഷേ എല്ലാം ഒന്നാണ്. BMS 1 മുതൽ ഈ 10 വരെ ഒന്നാണ്. നമുക്കത് ഓരോ ഡിവിഷൻസായിട്ട് മനസ്സിലാക്കാനായിട്ട് പെട്ടെന്ന് ഉപയോഗപ്പെടുത്താനായിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ ചെയ്യാനായിട്ട്. ഇപ്പോൾ നമ്മൾ അടുത്ത് ചെയ്യാൻ പോകുന്നത് ഇതിനെ മൊത്തം, അതായത് BMS 1 to 10 വരുന്നതിനെ നമ്മൾ 400 കോഴ്സുകളായിട്ട്, പക്ഷേ അത് മലയാളമല്ല, ഇംഗ്ലീഷാണ്. 400 കോഴ്സുകളായിട്ട് നമ്മൾ ചെയ്തുകൊണ്ട് ഇറക്കാനായിട്ട് പോവാം. അപ്പം അത് ഓട്ടോമേറ്റ് ചെയ്ത് ഗ്ലോബലി നമ്മളൊരു ആന്ത്രപ്രനേഴ്സിന് പറ്റിയൊരു സംഭവമായിട്ട് കൊടുക്കാനായിട്ട് നമ്മൾ നോക്കിക്കൊണ്ടിരിക്കുക. ഓക്കെ, അപ്പം ഇത് ലൈഫ് ലൈനിൽ ഏത് നമ്പറിൽ വിളിച്ചാലും, ഇല്ലെങ്കിൽ നമ്മുടെ നിങ്ങൾക്ക് ഏത് കമ്പ്യൂട്ടർ സിസ്റ്റത്തിൽ നിന്ന് കയറിയിട്ടോ നമ്മുടെ വെബ്സൈറ്റിൽ കയറിയിട്ടോ ഒക്കെ പർച്ചേസ് ചെയ്യാം. ആപ്പ് ഡൗൺലോഡ് ചെയ്തിട്ട് പർച്ചേസ് ചെയ്യാം. വെബിൽ നിന്ന് മാത്രം
നമുക്കിത് ഉപയോഗിച്ചുകൊണ്ടിരിക്കാം. അതല്ലെങ്കിൽ നമുക്ക് ആപ്പിൽ നിന്ന് മാത്രം നമുക്കിത് ചെയ്യാം. ഈ BMS 1 to 10 ഓൾറെഡി ചെയ്തേക്കുന്ന ആൾക്കാർ ഒരുപാട് പേരുണ്ട്. അവരുടെ ബിസിനസ്സൊക്കെ വലിയ വലിയ പ്രസ്ഥാനങ്ങളാണ്. ഇതിനൊരു സംഭവം എന്ന് പറഞ്ഞാലേ, ഞാനിപ്പോൾ മൈൻഡിൻ്റെ ട്രെയിനിങ് കൊടുക്കുന്നു, മൈൻഡ് മാസ്റ്ററി കൊടുക്കുന്നു. മൈൻഡ് മാസ്റ്ററിയിൽ നമുക്ക് മാറി എന്നുള്ളതിന് എവിഡൻസ് ഒന്നും കാണാൻ പറ്റത്തില്ല. ഒരാളുടെ പേഴ്സണാലിറ്റി ഡെവലപ്ഡായി, ബിഹേവിയർ ബെറ്ററായി, ഫോർഗീവ്നെസ് കൂടി, ഹീൽ ചെയ്തു, എങ്ങനെ നമുക്ക് എവിഡൻസ് കാണാൻ പറ്റില്ല. പക്ഷേ ഈ ഒരു പ്രോഗ്രാമിന്, അതിൻ്റെ ഒരേ ഒരു പ്രോഗ്രാമിനാണ് നമുക്ക് എവിഡൻസ് കാണാൻ പറ്റുന്നത്. എന്താണ്? ബിസിനസ് പ്രോഗ്രാമിന്. കാരണം വന്നപ്പം, ഒരു പ്രോഗ്രാമിന് വന്നപ്പം അപ്പോൾ നമ്മളോട് ചോദിക്കുന്നുണ്ട്, 30 ലക്ഷം ആൾക്കാരുണ്ട്, 10 ലക്ഷം പോലും എഴുതാൻ പറ്റാതിരുന്ന ആൾക്കാരുണ്ട്, അത്രയും പോലും അസറ്റ് ഇല്ലാത്ത ആൾക്കാരുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ വന്ന് ഇപ്പോൾ 2 കോടിയാണ്, 3 കോടിയാണ് അവിടെ കിടക്കുന്ന ആൾ, പല റേഞ്ചിൽ 35 ലക്ഷം ആയിരിക്കാം. അതിൽ നിന്ന് അവർ ഒരു 2 വർഷം പ്രോഗ്രാം ചെയ്ത് കഴിയുമ്പോൾ അവരെത്ര എത്തി? അവർക്ക് അത് 20 crores പാസ് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ ഇത് ചെറിയ കാര്യമല്ല. തീർച്ചയായിട്ടും. ഇനി ഒരു 12-14 വർഷം മുമ്പ് ബില്യണയർ മൈൻഡ് സെറ്റ് ചെയ്ത് തുടങ്ങിയതാണ്. ഇപ്പം അന്ന് ചെയ്തപ്പോഴത്തേക്ക് അവർ വളരെ ചെറിയ ബിസിനസ്സിൽ നിന്ന് വന്നതാണ്. പക്ഷേ ഇന്ന് വന്നപ്പം 400 കോടി 600 കോടി അവർക്ക് അസറ്റ് ബേസ് ഉണ്ടെങ്കിൽ അതിന് തീർച്ചയായിട്ടും ഒരാളല്ല, 2 ആളല്ല, ലോട്ടറി അടിക്കുന്ന പോലെ വരുന്നതല്ല. അപ്പം 100 കണക്കിന് ആൾക്കാർ. അപ്പോൾ ഈ ഒരു സീരിയസ് ആയിട്ടുള്ള കാൻഡിഡേറ്റ്സിന് ഇതിൽ ആരെങ്കിലുമൊക്കെ പരിചയപ്പെടുത്തി കൊടുക്കാം. പക്ഷേ ഇവരുടെയൊക്കെ ലിസ്റ്റ് പ്രസിദ്ധീകരിക്കുക എന്ന് പറയുന്നത് നമ്മളുടെ ഒരു രീതിയേ അല്ല. കാരണം അത് ചെയ്തുകൂടാ, കാരണം ഇത് അവരുടെ സ്വകാര്യതയാണ്. അപ്പം പിന്നെ 14 വർഷം മുമ്പൊക്കെ ഈ ബില്യണയർ മൈൻഡ് സെറ്റ് വന്ന് ചെയ്തിട്ടുള്ള, ഞാനിതിൽ നിന്ന് മാറിയിട്ടില്ല. പക്ഷേ എനിക്കൊരു സംഭവം എന്ന് പറഞ്ഞാൽ അന്നും മുതൽ ഞാൻ പഠിപ്പിക്കുന്നത് 40 ദിവസം, ഒറ്റയടിക്ക് 40 ദിവസം കൊണ്ട് കാര്യമില്ല. ഒരു ഓവർ എ പീരീഡ് ഓഫ് 3 years ഒരു 40 ദിവസം എൻ്റെ കൂടെ പഠിച്ചു കഴിഞ്ഞാൽ എനിക്ക് എൻ്റെ ഈ ഹാർഡ് ഡിസ്കിൻ്റെ ഒരു കോപ്പി എടുത്ത് അവരുടെ തലയ്ക്കകത്ത് ഇടാൻ പറ്റും. അതോടുകൂടി അവർക്ക് ഏത് ബിസിനസ്സും ആ രീതിയിൽ വിജയിപ്പിക്കാൻ പറ്റും. ഓക്കെ, ആ രീതിയിലുള്ള വിജയിപ്പിക്കാൻ അവരെ കൊണ്ട് സാധ്യമാകും. അപ്പം അതാണ് ഈ BMS 10 എന്ന് പറയുന്നത്. നിങ്ങൾ ഇപ്പോൾ ഈ ഇതെന്ന് വരും നേരിട്ട് ചെയ്യാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ 4-5 വർഷമൊക്കെ ചിലപ്പോൾ വെയിറ്റ് ചെയ്യാനായിട്ട് വരും. കാരണം അത് നമ്മുടെ ടോപ്പ് പ്രയോറിറ്റി അതല്ല. പക്ഷേ ഓൺലൈനിൽ ചെയ്യാമല്ലോ, എടുത്ത സാധനം തന്നെയാണല്ലോ ഇട്ടേക്കുന്നത്. അപ്പം ഓൺലൈനിൽ നിന്ന് അത് പഠിക്കാം, നമ്മുടെ മൊബൈലിൻ്റെ കൂടെ തന്നെ എപ്പോഴും ഉണ്ട്. സ്വന്തം ബിസിനസ് ചെയ്യുന്ന ആൾക്കാർക്ക് ആ ബിസിനസ് വളരാനുള്ള ഇൻപുട്ട് കിട്ടുന്നത് നമുക്ക് എവിടെ നിന്ന് വേണമെങ്കിലും എടുക്കാം, ഉപയോഗിക്കാനായിട്ട് പറ്റും. അപ്പോൾ അത് കാര്യമായിട്ട് ഉപയോഗിച്ച് നോക്കുക. പിന്നെ ബാക്കി നേരിട്ട് എപ്പോഴെങ്കിലും കോഴ്സ് ചെയ്യാൻ പറ്റിക്കഴിഞ്ഞാൽ ഈ സമാനമായിട്ടുള്ള ആൾക്കാരവിടെ വരുന്നുണ്ടാവും. അവരിലൂടെ നമുക്ക് ഭയങ്കര മാറ്റം ഉണ്ടാക്കാനായിട്ട് പറ്റും. ട്രൈ ചെയ്ത് നോക്കുക. ഓൾ ദി ബെസ്റ്റ്.